ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. താങ്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് വിജയിക്കുന്നു. വിജയിച്ചതിന് പിന്നാലെ താങ്കൾക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് അവധിക്ക് ശേഷം തിരികെ വരാൻ MM ഹസൻ മാറിത്തരാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഏറ്റവും ഒടുവിൽ ആഴ്ചകൾക്ക് മുമ്പ് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറുമെന്നൊരു വ്യാപകമായ പ്രചാരണം നടക്കുന്നു. പക്ഷേ പരസ്യ പ്രതികരണത്തിന് നേതാക്കന്മാരാരും തയ്യാറാകുന്നില്ല. ഇതിന് പിന്നിൽ ഒരു സംഘടിതമായ നീക്കമുണ്ടെന്ന് കരുതുന്നു. അതിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനും ജനങ്ങൾ അറിയുന്നതിനും എന്താ കുഴപ്പം? ആരും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ആരും കേട്ടില്ല, ആരോടും കേൾക്കാൻ നിന്നുമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ തോന്നുന്നുള്ളൂ. 2 തവണ തുടർച്ചയായി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നതിന് ശേഷമാണ് 2026 അഭിമാനപരമായ അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിന് UDF വീണ്ടും തെരഞ്ഞെടുപ്പിനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നിർണായകമായ പോരാട്ടത്തിൽ നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ K. സുധാകരനുണ്ടാകുന്നു. ശരിക്കും എൻ്റെ മനസ്സിൻ്റെ അകത്ത് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാരണം ഞാനിപ്പോൾ MP ആണ്, എക്സിസ്റ്റിംഗ് MP ആണ്. MP ഒരു അസംബ്ലിയിലേക്ക് മത്സരിക്കണം എന്നത് എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ തോന്നിച്ചില്ല. പാർട്ടി ആവശ്യപ്പെട്ട് കമ്പൽസറിയായി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ആലോചിക്കും, അത്രയേ ഉള്ളൂ. അതായത് അങ്ങേക്ക് MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വീണ്ടും പാർലമെൻറ്റിൽ മത്സരിക്കുന്നതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, നിയമസഭയിലേക്ക് എത്താനാണ് ആഗ്രഹം എന്ന തരത്തിലൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. പിന്നീട് പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് താങ്കൾ മത്സരിക്കേണ്ടി വന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, നിയമസഭയിൽ താങ്കൾക്ക് ഇനിയും വരണം എന്നൊരു മനസ്സിലെ ആഗ്രഹം അങ്ങനെ ശേഷിക്കുന്നുണ്ട്? ഇല്ല, മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം അതൊന്നും അങ്ങനെയൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയ സ്ഥാനം തന്നിട്ടുണ്ട് പാർട്ടി. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് എനിക്ക് മറ്റതിനോട് വലിയ ചാട്ടമൊന്നുമില്ല. ഓക്കെ, ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അവസരത്തിലും അനവസരത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ അഭിപ്രായ സമന്വയത്തിലൂടെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തിയേ മതിയാകും. അത് ആരാകണമെന്ന് അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്? അല്ല, അതങ്ങനെ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്നിപ്പം പറയുന്നത് ശരിയല്ല. ഇതൊരു യഥാർത്ഥ ടൈമല്ല, പറയേണ്ട ഒരു സമയമല്ല. അത് അതിൻ്റെ സമയമാകുമ്പോൾ ഞാനത് പറയും. രമേശ് ചെന്നിത്തലയും VD സതീശനും രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷ സർക്കാരിനെതിരെ വ്യാപകമായ കടന്നാക്രമണം നടത്തിയ 2 പ്രതിപക്ഷ നേതാക്കന്മാരാണ്. ഇവരിൽ K. സുധാകരന് ഏറ്റവും താല്പര്യം ആരോടാണ്? എനിക്ക് രണ്ടുപേരോടും തുല്യ താല്പര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ജോയിൻ്റായ ഫൈറ്റാണ് നമുക്ക് അനിവാര്യത. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോപ്പിച്ച് പിന്നാമ്പുറത്തിരുത്തണമെങ്കിൽ ഒരുമിച്ചുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യം. ആ ആവശ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു മനസ്സായി പോകണം, നമുക്ക് സാധിക്കണം. അത് എൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പതിറ്റാണ്ടുകളായി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഏതെങ്കിലും ഒരു ഗുണം മാതൃകയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അങ്ങ് കണ്ടെത്തുന്ന ഒരു ഗുണം എന്ത്? നിശ്ചയമായും ഉണ്ട്. ഇത്ര കുടുംബസ്നേഹിയായ ഒരു അച്ഛൻ വേറെ ആളില്ല രാഷ്ട്രീയത്തിൽ. അവർക്ക് വേണ്ടി അല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് അദ്ദേഹം. ഡോളറും സ്വർണവും കോടികളും കറൻസിയും എല്ലാം വാരിക്കോരി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു വിമർശനം കൂടി കടന്നിട്ടുണ്ട്. എന്താ വിമർശനം? അങ്ങ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങുകയാണ്, അതിനപ്പുറത്തേക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധത ഇല്ല എന്നൊരു. അല്ല, അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പുറത്തോട്ട് എന്താ ചെയ്തത്? 8 വർഷമായി എന്താ ചെയ്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം പിന്നെയും തുടർച്ചയായി എങ്ങനെ ഈ കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും സർക്കാരിനെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കാൻ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം കൂടി. അത് മറ്റു എല്ലാ ഘടകകക്ഷികളും എല്ലാ ആളുകളും അവരുടെ നിലനിൽപ്പിൻ്റെ പേരിൽ അവർ വർക്ക് ചെയ്ത് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് പിന്നെ പാർട്ടി പ്രവർത്തകന്മാരുണ്ടാവുമല്ലോ സ്വാഭാവികമായി. ഇനിയിപ്പം മുഖ്യമന്ത്രി മോശക്കാരനാണെങ്കിലും എൻ്റെ പാർട്ടി ഇന്ത്യ കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായിരിക്കുമല്ലോ. എല്ലാ പാർട്ടിക്കും അതാ പാർട്ടീൻ്റെ പ്രവർത്തകന്മാർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതിന് ഞാനീ പറഞ്ഞതിനകത്ത് ഞാൻ 100% ഉറച്ചു നിൽക്കുകയാണ്. ഇത്രയും ഒരു വഴിവിട്ട് ഭരണം നടത്തി പണമുണ്ടാക്കി
ആ പണം മുഴുവൻ സ്വന്തം വീടുകളിൽ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രം നീക്കി വെച്ച ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്. കുടുംബത്തോട് ഇത്ര സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രിയോട് ബഹുമാനം വേണ്ടേ? ആ ബഹുമാനം എനിക്കുണ്ട്. മധ്യ കേരളത്തിലെയോ വടക്കൻ കേരളത്തിലെയോ ഒന്നും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയോ തെക്കൻ കേരളത്തിലെയോ ഒന്നും രാഷ്ട്രീയ സാഹചര്യമല്ല വടക്കോട്ട് മലബാറിലേക്ക് എത്തുമ്പോൾ. അവിടെ അല്പമെങ്കിലും അങ്ങേക്കൊരു ഇഴയെടുപ്പമുള്ള ഒരു ഇടത് നേതാവ് ആരെങ്കിലും ഉണ്ടോ? ഇടത് നേതാക്കളൊക്കെ ഉണ്ട്. പിന്നെ കൊള്ളാവുന്ന ആളുകളൊക്കെ പിന്നെ പല നേതാക്കന്മാരായിട്ട് ഞാൻ ബന്ധമുണ്ട്. പേര് പറയുന്നില്ല. കാരണം അത് അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടും. എനിക്ക് വേണ്ടിയല്ല. അദ്ദേഹം എൻ്റെ ഒരു ഇഷ്ടക്കാരനാണെന്ന് പറഞ്ഞാൽ പാർട്ടി അയാളെ ഒറ്റപ്പെടുത്തി. ഒരു സിംഗുലറാണ്, ഏകനാമമാണോ? ഒന്നല്ല, രണ്ടും മൂന്നും ഒക്കെ ഉണ്ട്. ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെയുണ്ട്. ബന്ധം അങ്ങനെയുണ്ട്. ഓക്കെ, അതിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒരു കോട്ടവും തട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളിലും അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ട മറ്റ് സംഘടനകളിലുമൊക്കെ ഈ കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വിമർശനങ്ങൾ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ അങ്ങനെ ഒരു ശൈലി ഈ വിമർശനങ്ങൾക്കിടയിലും തുടർന്നു കൊണ്ടുപോകാനുള്ള ഞാൻ എൻ്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്? ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എൻ്റെ പാർട്ടി അണികളെ പരസ്യമായി ക്രൂരമായി മർദ്ദിച്ച് വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്.